പിന്നെയും മഴയാണ് മഴ. ഞാനിവിടെ കുടയും ചോടി നിൽക്കുക, ടെൻറ്റിൻ്റെ അകത്ത് കയറിയിട്ടില്ല. ഇനി ഇവനെ വേവിച്ചെടുക്കണം. ഹായ്, 1 2 3 വ്ളോഗിൻ്റെ പുതിയൊരു ക്യാമ്പിംഗ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ പുതിയൊരു സ്ഥലത്തേക്ക് പോവാണ്. മഴയായിരുന്നു 2 ആഴ്ച, തകർപ്പൻ മഴ, വഴി നീളം മണ്ണിടിച്ചിൽ, ബഹളം, ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ പുതിയതായിട്ട് വീണ്ടും ക്യാമ്പിങ് അങ്ങ് തുടരാൻ വേണ്ടി പയ്യെ ഇറങ്ങിയേക്കുന്നു. അപ്പോൾ ഇന്ന് പുതിയ സ്ഥലത്തേക്കാണ് പോണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നിഷേ, അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോയാലോ? എന്നാ പോയേക്കാം. വിട്ടോ വയ്യ പോട്ടെ. ഹൊയ് 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 ഹൊയ്. നടക്കുവാണ്. കുറച്ച് സാധനങ്ങൾ ഇതേ പകുതി വഴിക്ക് കൊണ്ടു വച്ചേക്കും കേട്ടോ. നടന്നു പോണ വഴിക്ക് ഇതേ കിടിലനൊരു വെള്ളച്ചാട്ടം കേട്ടോ. ചെറിയ വെള്ളച്ചാട്ടം, എന്നാലും നല്ല ഭംഗിയുണ്ട്. മോളിൽ നിന്ന് പടപടപടപടോന്ന് വെള്ളം ഒഴുകി വരുന്നു. രാവിലെ സൂര്യപ്രകാശമൊക്കെ അടിച്ച് നല്ല കുട്ടപ്പനായിട്ട് കണ്ടോ നമ്മുടെ മഷിത്തണ്ട് ചെടി. പണ്ടൊക്കെ സ്ലേറ്റ് മായ്ക്കാൻ എടുത്തുകൊണ്ടിരുന്നതാ. അയ്യോ, ഞങ്ങൾ നടന്ന് മടുത്തു. നല്ലൊരു സ്ഥലം കണ്ടുപിടിക്കാൻ വേണ്ടി നടക്കുന്ന ടെൻറ്റ് വെക്കാൻ. തൊട്ട് മുകളിൽ പാറയും കാണുന്നുണ്ട്. ഇവിടെ എവിടെയെങ്കിലും ഒരു സ്ഥലം കണ്ടു കിട്ടിയാൽ രക്ഷപ്പെട്ടല്ലേ? ശരിയാണ്, തിട്ടകള് ചെറുതാണ്, അതുകൊണ്ടാ. നമ്മുടെ ടെന്റ് വലുതല്ലേ, അയ്യോ, അതുകൊണ്ട് കേറി ഇവിടം വരെ വന്നു. ചീരയൊക്കെ നിൽപ്പുണ്ട്. ഇത് ചീര. ലെവലുള്ള ഒരു സ്ഥലവും കിട്ടുന്നില്ലല്ലോ. ലെവലുള്ളോടോ ഇല്ല, ചെറിയ തിട്ടകള് വേണം. ഇത് കണ്ടോ, ഇത്ര സാധനം ഉണ്ട് കേട്ടോ നമ്മൾ കൊണ്ടുവന്നെ. ഇത് കൂടാതെ ഈറ്റക്കമ്പും ഇല്ലേ, താഴെ വെച്ചു, എല്ലാം കൂടെ ഒന്നിച്ച് കേറില്ല. ഇനി നമുക്ക് ഇവിടെ ഇത് സാധനങ്ങൾ വെച്ചിട്ട് നല്ലൊരു സ്ഥലം കണ്ടുപിടിച്ചിട്ട് നമുക്കത് കൊണ്ടുവയ്ക്കാം കേട്ടോ. ഞങ്ങൾ വെള്ളം എടുക്കാൻ പോകുന്ന ഭാഗമാണ്. അവിടെ വെച്ചിട്ട് വെള്ളം കുടിക്കാൻ താഴ്ചിട്ട് ഒരു രക്ഷയില്ല. ഇവിടെ വെള്ളം ഒഴുകുന്ന ഒച്ച കേൾക്കാം, ഒച്ച. വെള്ളവും വിറവുമാണ് നമുക്കിപ്പോൾ കിട്ടാനുള്ളത്. അതെ, സ്ഥലം കണ്ടുപിടിക്കണ്ടേ? അതെ, ഇവിടുന്ന് വെള്ളം എടുക്കാം. പാറക്കൂടെ നല്ല വെള്ളം വരുന്നു. അങ്ങനെ പാറക്കട വരുന്ന നല്ല ഉറവെള്ളം കണ്ടുപിടിച്ചു. നിഷതെ ഐഡിയാപരമായിട്ട് എടുക്കുന്നുണ്ട് വെള്ളം. കണ്ടോ, ഇലയൊക്കെ പിറ്റ് ചെയ്താൽ എടുക്കണേ. തൊട്ടപ്പുറം വലിയ തോടുണ്ട്. വലിയ തോടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അകലേന്ന് വരുന്നതല്ലേ. പക്ഷെ ഇതാകുമ്പോഴത്തേക്ക് തൊട്ട് മുകളിലെ കൃഷി സ്ഥലത്തുനിന്ന് വരുന്ന ഉറവയാണ്. അവിടെയാണെങ്കിൽ വീട്ടുകാരോ അങ്ങനെയുള്ള സ്ഥലങ്ങളൊന്നുമില്ല. ചുമ്മാ പറമ്പും പാറയും മാത്രമേ ഉള്ളൂ. അപ്പം വൃത്തിയുടെ വരില്ല വെള്ളം. ഇപ്പം തൽക്കാലം ഇത് കുടിക്കലേ നിവൃത്തിയുള്ളൂ. എങ്ങനെയുണ്ട്, തണുപ്പുണ്ടോ? ഞങ്ങളങ്ങനെ അവസാനം ടെൻറ്റ് വയ്ക്കാനൊരു സ്ഥലം കണ്ടുപിടിച്ചു. ഇതേ ഇവിടെ വന്ന് തെളിച്ചെടുക്കണം. നിഷയുടെ നിപ്പ് കണ്ടോ, തെളിക്കണ കാര്യം പറഞ്ഞപ്പോ. ഒത്തിരി തെളിക്കാണ്ട്, വലിയ കാടാ, അതുകൊണ്ട് ഞാനിങ്ങനെ നിന്നതാ. തെളിച്ചെടുക്കാം, തെളിച്ചില്ലേ പറ്റുള്ളൂ. അതെ, തെളിക്കാൻ തുടങ്ങി. ഞാനും കൂടുകൂട്ടോ, പുള്ളി തന്നെയൊന്നുമല്ല കേട്ടോ. അതങ്ങ് കയറാനുള്ളൊരു വഴി സെറ്റപ്പ് ആക്കുവാണ്. പരിസരം നമ്മൾ ക്ലീൻ ആക്കി. പരിസരം ക്ലീൻ ആക്കും. പാമ്പിനെ പേടിക്കണ്ടല്ലോ. നല്ല മഴയാട്ടോ. നമ്മൾ ഷെഡ് പണിയാൻ തുടങ്ങിയതേ ഉള്ളൂ, അതത്തേനും മഴ പെയ്തു. നല്ല മഴയാ, കാറ്റും ഉണ്ട്.
മഴ കാണാവോ? കാണാല്ലേ. മഴ എല്ലാവർക്കും ഇഷ്ടമാണ്. എല്ലാവരും പറയും മഴ കാണിക്കൂ മഴ കാണിക്കൂ എന്ന്. ഇതാണ് മഴ. ഇതുണ്ടോ മുകളിൽ വലിയ പാറായ. അവിടുന്ന് വെള്ളം വരൂലേ? അവിടുന്ന് വെള്ളം വരുന്നുണ്ടേ. അവിടുന്ന് വെള്ളം നമ്മുടെ ഇങ്ങോട്ട് വരില്ലാത്ത പോലെ കേട്ടോ നമ്മൾ സ്ഥലം കണ്ടുപിടിച്ചേക്കണേ. വലിയ മഴ. നമ്മുടെ ഫ്രെയിം അങ്ങനെ റെഡിയായേ. കണ്ടോ, ഫ്രെയിം മാത്രം വെച്ചതേ ഉള്ളൂ. അവിടെ നിന്ന് വെട്ടിയിടുവാണ്. എന്നിട്ട് വേണം ഇനി നമുക്ക് പടുത. മഴയാണേ, പടുത ഇട്ടിട്ട് വേണം ടെൻ്റൊക്കെ വയ്ക്കാൻ. തറയൊക്കെ ഏകദേശം നിരപ്പാക്കി, ഇച്ചിരിയോടെ നിരപ്പാക്കാനുണ്ട്. അതിന് മഴ പെയ്തത്, അതുകൊണ്ട് പടുത ഇട്ടിട്ട് നിരപ്പാക്കി തരാമെന്ന് പറഞ്ഞു. പനിക്കുഞ്ഞാണ്, പനിക്കുഞ്ഞ. പടുത കേട്ടാ. ആ പടുത കേട്ടാ, കാരണം അതിൻ്റെ അടിയിലെങ്കിലും കയറി നിൽക്കാമല്ലോ. ഇത് അപ്പടി നനയുവാ മഴ. പടുത അങ്ങനെ ഞങ്ങൾ വലിച്ച് കെട്ടി ക്ലിയറാക്കി. ഇനി ടെൻറ്റ് വെക്കാനുള്ള സ്ഥലം ഇത് കണ്ടോ, അടുപ്പൊക്കെ വെക്കാൻ വേണ്ടി ഇവിടെ റെഡിയാക്കി. ഇവിടെ ഇരുന്ന് തീ കത്തിക്കാൻ വേണ്ടി റെഡിയാക്കി. ഇനി ഇവിടെ ഒരു എന്തെങ്കിലും നനവ് പറ്റാതിരിക്കാൻ വേണ്ടി ഒരു കല്ലൊക്കെ ഇട്ട് ചാക്കൊക്കെ ഇട്ട് വെച്ച് റെഡിയാക്കിയാൽ മതി. പിന്നെ അതേ ടെൻറ്റ് വയ്ക്കാനുള്ള സ്ഥലം നിഷ കുഞ്ഞു കുഞ്ഞു ഉരുളൻകല്ലുകളാണ്, അതിങ്ങനെ ഉരുട്ടിക്കൊണ്ടിരിക്കുക. ഉരുട്ടിക്കൊണ്ടല്ല, അത് സംഗതി തൂത്ത് കളഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാഗമാണ്. അടുത്ത മഴയ്ക്ക് മുമ്പ് ഞങ്ങൾ ഇവിടെ റെഡിയാക്കും. മഴ തൂളി തുടങ്ങി. അതെ, കുറച്ച് പുല്ലും കൂടെ വെട്ടിയിട്ടാൽ മതി. ഉരുളങ്കല്ലായതുകൊണ്ട് പുറത്ത് കയറും, ഇല്ലെങ്കിൽ കല്ല. ഞങ്ങളങ്ങനെ ടെൻ്റ് അകത്ത് സെറ്റ് ചെയ്ത് വെച്ചു. പുല്ലൊക്കെ വെട്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ അതേ ഇവിടെയൊക്കെ നിഷയ്ക്ക് ഇരിക്കാനാ. സൂക്ഷിച്ച് കണ്ടൊക്കെ ഇരിക്കണം കേട്ടോ നിഷ. രാത്രിയിൽ നിഷയുടെ നിപ്പ് കണ്ടോ, കുളിക്കാൻ പോകാൻ വേണ്ടി നിൽക്കുക. മേല് മുഴുവൻ ചെളിയാ. എൻ്റെ അതെ. പിന്നെ ഇത് കണ്ടോ, നല്ല സൂപ്പർ ഒരു അടുപ്പ് ഇട്ടു. എല്ലാം നനഞ്ഞ് നിൽക്കുക. ഇനി കത്തിച്ചെല്ലാം ചൂടായി വരണം. അതെ, വിറക് നിഷ വെട്ടി കൂട്ടിക്കൊണ്ട് വന്നു, കുറേ വിറക്. ഇനി വേണമല്ലോ നിഷ ഭക്ഷണം റെഡിയാക്കാൻ. അതെ, കുളിച്ചിട്ട് വന്നിട്ട് വേണം നമുക്ക് ഉണ്ടാക്കാൻ. അത് വിറകെല്ലാം നനഞ്ഞിരിക്കുക, കത്ത് പിടിച്ച് വന്നിട്ട് വേണം ഉണ്ടാക്കാൻ. ഇതിനെ തൊട്ട് മുകളിലേക്ക് പാറയാണ്, പാറ. ആ അങ്ങനെ ഇരിക്കുവോ? ആ, വെള്ളത്തിനുള്ള ഏർപ്പാടാണ്. ഉണ്ടെങ്കിൽ മുളത്തെ കല്ലിങ്ങ് പോരുമോ? ഇല്ല അല്ലേ. അങ്ങനെ നമുക്ക് വെള്ളവും റെഡിയായി. ഐഡിയാപരമായിട്ട് ഇവിടെ കിടന്ന ഒരു ഓസ് എടുത്ത് ഞാൻ ഓസും കഷ്ണം ഇത്ര നീളത്തിൽ കിട്ടി. അത് വെച്ച് വെള്ളം കോരിയെടുക്കണ്ടല്ലോ. ഇതാകുമ്പോൾ ഇല വെച്ചൊന്നും പിടിക്കണ്ട, നേരെ ഓസിൽ നിന്ന് പിടിക്കാം. അങ്ങനെ റെഡിയാക്കിയെടുത്ത് ഞങ്ങൾ നടന്ന് വലിയ തോട്ടിലെത്തി. ഇവിടെ നിന്ന് വേണം അതിനെ കുളിക്കാൻ. ഇവിടെ നിന്ന് കുളിക്കുന്നു, തിരിച്ചു പോകുന്നു, എന്നിട്ട് പാചകം തുടങ്ങുന്നു. ഞാനും നിഷേന്ത് കുളിയൊക്കെ കഴിഞ്ഞ് നല്ല സെറ്റപ്പായിട്ട് വന്നിട്ടുണ്ട്.
കുളിക്കാൻ പോയപ്പോൾ ഭയങ്കര മഴ അല്ലേ? മഴയായിരുന്നു. മഴയായിരുന്നു. പിന്നെ ഈ താഴ്ഭാഗത്തായിട്ട് ഒരു വീടുണ്ട് കേട്ടോ. താഴ്ഭാഗത്തായിട്ടൊരു വീടുണ്ട്. അങ്ങോട്ടൊന്നുമില്ല. അങ്ങോട്ടൊന്നും ഒന്നുമില്ല. ഒന്നുമില്ല. മുകളിലേക്കും ഇല്ല, ഇങ്ങോട്ടും ഇല്ല. ഇവിടെ നമ്മുടെ സാധനങ്ങളൊന്നും വെച്ചിട്ട് പോകാൻ പറ്റുമല്ലോ. കുരങ്ങന്മാരുണ്ട്. കുരങ്ങന്മാരുടെ പേട്ടയാ. സാധനം വെച്ചിട്ട് പോകാൻ നടക്കില്ല. ഇച്ചിരി ചായ ഇട്ട് തരാമോ? നല്ല തണുപ്പായില്ലേ? വിറക് നോക്കട്ടെ, വെച്ച് തരാം. ആ, വീട്ടിൽ നിന്ന് 2 വിറകൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. വീട്ടിൽ നിന്ന് 2 ഞാൻ എടുത്തിട്ട് വന്നു. ഇപ്പോൾ കുളിക്കാൻ പോയിപ്പോൾ ഇവിടെ വന്നപ്പോൾ മൊത്തം നനഞ്ഞ വിറകാന്നേ. എങ്ങനെ കത്തിക്കാനാ? അതെ, 2 കഷ്ണം. ബാക്കി വിറക് ഉണങ്ങി, ബാക്കി ആ നനഞ്ഞ വിറകുകളെല്ലാം ഉണങ്ങി എടുക്കുകയും ചെയ്യാം. തീ പിടിപ്പിക്കാനും എളുപ്പമുണ്ട്. നിഷ കുക്കിങ്ങിനുള്ള പരിപാടി തുടങ്ങി. വെട്ടും കുത്തും. വിറക് കീറി എടുക്കുക. ഞാൻ കീറി തരട്ടെ? പനി കുറഞ്ഞെന്നേ. ആ, ഞാനും സഹായിക്കാം. കൊണ്ടുവാ, ഞാൻ കീറി തരാം. ഞാൻ വിറവ് വെട്ടണ കണ്ടപ്പം പുള്ളിക്ക് സഹതാപം. വെട്ടിത്തരാന്ന് പറഞ്ഞതേ വെട്ടുന്നുണ്ട്. ഇവിടെ നല്ല കൊതുകുണ്ട്. ഇവിടെ എന്നാ വിറകുണ്ട്, പക്ഷെ നനഞ്ഞു കിടക്കും. ഒരു രക്ഷയില്ല കത്തിക്കാൻ. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ മാറും. വീട്ടിൽ നിന്ന് 2 കഷ്ണം എടുത്തുകൊണ്ട് വന്നതാണ്. ആ, ചീക എടുത്താൽ പെട്ടെന്ന് കത്തും അല്ലേ? താഴേക്ക് മൊത്തം പോവുക. ആ, മതി. എത്രയും ചെറുതാക്കി വെച്ചാൽ മതി. മൊത്തം തെറിച്ച് പോവുക. തീ പിടിപ്പിക്കാൻ വേണ്ടി ചെറുത് ആക്കണതാണ്. പക്ഷെ അത് പൂച്ചെതറും പോലെ ചെതറിയാ പോണം. ഇനി കുത്തിപ്പിടിച്ചിരുന്ന് പെറുക്കണം. ഓക്കെ. സൂക്ഷിച്ചേ. അത് ചെറുതാക്കണ്ട. എല്ലാം ചെറുതാക്കിയ പെട്ടെന്ന് ആളി പോകുന്നേ. അങ്ങനെ നമ്മുടെ പുതിയ അടുപ്പ് ഉദ്ഘാടനം. നിഷതെ അടുപ്പ് ചായ വെച്ച് കല്ലിൻ്റെ പുറത്ത് കുറേ ഇലയൊക്കെ വലിച്ചു വാരി വയ്ക്കുന്നുണ്ട്. പിന്നെ ഞാൻ ആ സമയത്ത് കണ്ടോ, മഴ, ചെറിയ ചാറ്റൽ മഴയുണ്ട്. അതുകൊണ്ട് ലൈറ്റ് സെറ്റ് ചെയ്ത് വെച്ചു. ഒരെണ്ണം ഒരു കുടയൊക്കെ കെട്ടി. പിന്നെയും മഴയാണ്. മഴ ഒരു രക്ഷയില്ല. മഴ തന്നെ മഴ. മഴയ്ക്കൊപ്പം നല്ല കോടമഞ്ഞും ഇറങ്ങി. മുകളിലൊക്കെ മരങ്ങൾ നിൽക്കുന്ന കാണാൻ പോലും പറ്റുന്നില്ല. ഭയങ്കര മഴ. മഴ സമയത്ത് ഞങ്ങൾ കട്ടൻ ചായയൊക്കെ വെച്ച് ഇത് ഭയങ്കര സെറ്റപ്പായിട്ടിരിക്കുന്നു. പടുതയുള്ളത് ഭാഗ്യമല്ലേ? നിഷ ഈ പെരുമഴയത്ത് പാചകത്തിൻ്റെ അംഗമാണ്. ഞാനിവിടെ കുടയും ചോടി നിൽക്കുക. ടെൻറ്റിൻ്റെ അകത്ത് കയറിയിട്ടില്ല. കിടിലം മഴ, കിടിലം മഴ. പാറയ്ക്കൂടെയുള്ള വെള്ളത്തിൻ്റെയൊക്കെ ശക്തി കൂടി. നൂല് പോലെ വന്നുകൊണ്ടിരുന്ന വെള്ളം. അങ്ങനെ നമ്മുടെ ചായ റെഡി.
പിന്നെയോ? ആണോ? നിങ്ങൾക്ക് വയ്യാതെ ഞാൻ ചുക്ക് കാപ്പി എടുത്തത്. ആ ആ മഴയൊക്കെ നനഞ്ഞതിന്റെ വല്ലതും ഉണ്ടെങ്കിൽ അങ്ങ് പോട്ടെ അല്ലേ? അതെ, നല്ല ചുക്ക് കാപ്പി. ആവി പറക്കുന്ന ചുക്ക് കാപ്പി. അമ്മോ കൈ കൊള്ളുന്നു. നിഷേധായ പാചകത്തിനൊക്കെ റെഡി ആയിട്ട് നിൽക്കുന്നു. ആ ചിരി കണ്ടാ? ഇന്ന് എന്നാ ഉണ്ടാക്കുന്ന നേശേ ഒന്ന് പറഞ്ഞേ. കപ്പ ബിരിയാണി, ഇടുക്കി സ്പെഷ്യൽ ഏഷ്യാഡ്. അത് തന്നെ, എല്ലും കപ്പയെങ്കിൽ എല്ലും കപ്പ. ഇന്ന് ആഘോഷമായിട്ട് എല്ലും കപ്പയും. ഞങ്ങൾ ബീഫൊക്കെ മേടിച്ചോണ്ടാണ് വന്നേക്കുന്നത്. എല്ലാം മൊത്തം കഴുകി വൃത്തിയാക്കി ഒന്ന് എടുക്കട്ടെ. ബീഫ് അങ്ങനെ നമ്മൾ കഴുകി നല്ല ക്ലീനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇവനെ വേവിച്ചെടുക്കണം. നിഷ ഇന്ന് കുക്കറൊക്കെ ചുമന്നുകൊണ്ട് വന്നേക്കുവന്നേ. ഞാൻ ഇവിടെ വന്നപ്പോഴാണ് കണ്ടേ. ചേച്ചിയുടെ വീട്ടിലിരുന്ന കുക്കറൊക്കെ ചുമന്ന. അതുകൊണ്ടല്ല, നമുക്ക് വിറക് കുറവാണ്, മൊത്തം നനഞ്ഞു കിടക്കുന്നതുകൊണ്ട് വിറകില്ല. അടുപ്പിൽ വെച്ച എന്തായാലും ഒരു 1.5-2 മണിക്കൂർ വേണമെങ്കിൽ എല്ല് വെന്തെടുക്കാൻ. ആ സമയം കുക്കർ ആകുമ്പോ 1/2 മണിക്കൂർ കൊണ്ട് റെഡിയാവും. അതുകൊണ്ടാണ് ഞാൻ കുക്കർ എടുത്തത്, വിറകിന്റെ ഇത് മൂലം. വെയിറ്റ് ചുമട് വന്നല്ലേ പിന്നെ തിരിച്ചു ചുമക്കും. സാരമില്ല, ചുമക്കാം. സംഗതി അല്ലതേ ശകലം മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഇട്ട് തിരുമ്മി വേവിക്കാൻ വെക്കുക. പുക ഊതി ഇന്ന് നിഷയുടെ ശ്വാസകോശം സ്പോഞ്ച് പോലെ ആവും. എല്ല് വേവിക്കാൻ വെച്ചു. നിഷ അത് കഴിഞ്ഞ് വെച്ചതേ കപ്പ പൊളിച്ചോണ്ട് നിൽക്കുക. സന്ധ്യയായി തുടങ്ങി കേട്ടോ, നന്നായിട്ട് ഇരുട്ടി തുടങ്ങി. ചീവീടെല്ലാം കിയാന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര പണി. അതെ അതെ, മഴക്കാറുമുണ്ട്. അത് ഭയങ്കരമായിട്ട് ഇരുട്ടായി. പിന്നെ കാട്ടുപ്രദേശമല്ലേ. അത്യാവശ്യം നല്ല ഇരുട്ടായി തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ ടെൻറ്റിൻ്റെ അകത്ത് നമ്മൾ വെട്ടമിട്ടപ്പോൾ നോക്കി നല്ല അടിപൊളി കാണാൻ. കപ്പ നല്ല വൃത്തിയാക്കി പൊളിച്ചെടുത്ത് ഇതേ കുനുകുനാന്ന് അരിഞ്ഞു കൂട്ടുന്നുണ്ട് നിഷ. കപ്പയും നല്ല സൂപ്പറായിട്ട് വെന്ത് വന്നു. ബീഫും വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ബീഫിൻ്റെ അകത്ത് മസാലയൊക്കെ ഇട്ട് റെഡിയാക്കി എടുക്കണം അല്ലേ? എല്ല് റെഡിയാക്കാൻ വേണ്ടി സവോള, ഇഞ്ചി, പച്ചമുളക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് വഴറ്റിയെടുക്കും. നല്ല കഷ്ടപ്പാടുണ്ടല്ലോ നിഷ ഈ പെരുമഴയത്ത്. കഷ്ടപ്പാട് വിറക് ഭയങ്കര പാടാണ്. പൊടികളൊക്കെ ഇട്ട് വഴറ്റിയെടുക്കുന്നു. നമ്മുടെ വെന്ത് പാകമായ കപ്പയ്ക്കകത്തേക്ക് എല്ലൊക്കെ ചേർത്ത്, എല്ല് കറി ചേർത്ത് കപ്പ ഇനി ഇളക്കി കൂട്ടാൻ പോകണം. ഇളക്കി കൂട്ടുന്നതോടുകൂടി നമ്മുടെ എല്ലും കപ്പയും റെഡിയാവും. എല്ലും കപ്പ അങ്ങനെ കംപ്ലീറ്റ് റെഡിയായി കേട്ടോ, അടിപൊളിയായി. ഇനി കഴിച്ചാൽ മതി. ഇനി കഴിച്ച് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന് പറയാം. അപ്പോൾ ഞങ്ങൾ രാത്രി ഭക്ഷണം കഴിക്കാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇത് എല്ലും കപ്പയും വിളമ്പി വെച്ചുകൊണ്ടിരിക്കുന്നു. ആവി പറക്കുന്ന എല്ലും കപ്പ കണ്ടോ, വിറക് അടുപ്പിൻ്റെ മുകളിൽ കയറ്റി അടുക്കി വെച്ചാൽ കണ്ടോ, ഉണങ്ങാൻ വേണ്ടി. ഉണങ്ങിയാലേ രാവിലെ കത്തിക്കാൻ പറ്റുള്ളൂ. പോരെ, നമുക്ക് 2 പേർക്കും കൂടെ ഒരു പ്ലേറ്റ് പോരാ. നിഷയുടെ ഇരിപ്പ് നോക്കിയ കപ്പയും വിളമ്പി വെച്ച ചിരിച്ചിങ്ങനെ ഇരിക്കുക. ടെസ്റ്റ് ചെയ്യട്ടെ. ഉണ്ടോ? ഇതാണ് ഇന്ന് രാത്രിയിലെ ഞങ്ങളുടെ ഭക്ഷണം. അപ്പോൾ ഇത് ഞങ്ങൾ കഴിക്കട്ടെ.
കപ്പ കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയട്ടെ. നല്ല ചൂടാ. രണ്ട് സവോളയൊക്കെ കൂട്ടി അങ്ങ് കുടിക്കുക അല്ലേ? അടിപൊളി ടേസ്റ്റാട്ടോ. സംഗതി എല്ലാം കൊണ്ടും കറക്റ്റായി. അത് ഇച്ചിരി നെയ്യ് ഉണ്ടായിരുന്നു. നമ്മൾ എല്ലും കപ്പ ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി നെയ്യ് വേണം, എന്നാലേ അതിന്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. രുചി ഇരട്ടിയാവും. ഞാനവിടെ ചോദിച്ച് മേടിച്ച് ഇച്ചിരി നെയ്യ്, അതുകൊണ്ട് അതിട്ട് അപ്പോൾ നല്ല ടേസ്റ്റായി. നീ കഴിക്കുന്നില്ലേ? കഴിക്കേ. ഓ അടിപൊളി അടിപൊളി. കപ്പ ഇപ്പം തന്നെ തീർന്നോളൂ. അപ്പം ഞങ്ങളിത് കഴിച്ച് തീർക്കട്ടെ കേട്ടോ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞത് ഇനി ഇത് വയറ് നിറയാൻ പരുവത്തിന് ഗുളികയുണ്ട്. ആ ഗുളിക കഴിക്കാനുള്ള പരിപാടിയില്ല. ഓരോന്നോരോന്ന് എടുത്തുകൊണ്ടിരിക്കുന്നു. ഒരെണ്ണം വെള്ളത്തിൽ അലിയിപ്പിക്കുന്ന ഗുളിക. ആണ്ടെ കണ്ടോ? എനിക്ക് കിട്ടിയേക്കുന്ന ഒരു ഗുളിക സംഗതി കണ്ടോ? ഇത് നേരെ കഴിച്ചാലുള്ള സ്ഥിതി എന്നായിരിക്കും? ഞാനിത് അലിയണത് നോക്കുമായിരുന്നു. ആ എന്നല്ലേ ഞാൻ കഴിക്കട്ടെ. അത് അലിഞ്ഞ് തീർന്നല്ലോ. ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ പയ്യെ കിടക്കാനുള്ള പരിപാടിയാണ്. അതിനു വേണ്ടി എല്ലാം റെഡിയാക്കുന്നു. ഞാൻ കൂട്ടണേ പക്ഷേ വിരിക്കൽ ഒരാളെ കൊണ്ടേ നടക്കുള്ളൂ അല്ലേ? നല്ല തണുപ്പുണ്ട്. അതെ, ഇന്ന് നല്ല തണുപ്പുണ്ട്. മഴയില്ലായിരുന്നോ? ഇന്ന് പുതപ്പൊക്കെ വേണ്ടി വരും. ഭയങ്കര മഴയായിരുന്നു, ഭയങ്കര മഴ. നല്ല മഴയായിരുന്നു. അപ്പൊ ഇനി കുറച്ച് നേരം കിടന്ന് ഉറങ്ങണം അല്ലേ? ഭക്ഷണമൊക്കെ കഴിച്ചതിൻ്റെ ഒക്കെ ക്ഷീണത്തിൽ അങ്ങ് ഇരിക്കും. മഴ മഴ മഴ. അതെ, എല്ലായിടത്തും മഴയാണ്. മഴയും കാര്യങ്ങളും ഒക്കെ ഉള്ളപ്പം എല്ലാവരും സൂക്ഷിക്കണം കേട്ടോ. വലിയ മഴയായതുകൊണ്ടാണ് നമ്മൾ പുഴയിലേക്ക് പോകത്തല്ലേ? അതെ, ഭയങ്കര വെള്ളമാണ്. വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ സൗണ്ട് ഭയങ്കര പ്രശ്നമായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് ഇവിടെ ടെൻറ്റ് ചെയ്തേക്കുന്നത്. 2 ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്ക് മഴ ശരിക്കും കുറയുമെന്ന് തോന്നുന്നു. അതെ, എല്ലാ നാട്ടിലും മഴയുണ്ടെന്ന് തോന്നുന്നല്ലേ? എല്ലാ നാട്ടിലും പിന്നെ മഴയുണ്ടല്ലേ? ആർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ, എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? നമുക്കിവിടെ മണ്ണിടിച്ചിലുകളുണ്ടായിരുന്നു. പനിയുടെ ക്ഷീണം അങ്ങ് മാറിയിട്ടില്ല കേട്ടോ അല്ലേ? പനിയായിരുന്നു. പനിയുടെ ക്ഷീണം അങ്ങ് മാറിയില്ല. എനിക്ക് പനിച്ചില്ല. ഇന്നലെ ആശുപത്രി പോയി മരുന്ന് മേടിച്ചു വന്നതാ. 3 ദിവസം റെസ്റ്റ് എടുക്കാൻ പറഞ്ഞാ. അതിന് ഇച്ചിരി മഴ തോർന്നു എല്ലാ ദിവസത്തേക്കാളും. ഇന്നലെ തൊട്ട് കുറച്ച് തോർച്ച ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇറങ്ങിയത്. വിട്ടടിച്ച് പോകുന്നു. പക്ഷെ ഇവിടെ വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട്. ഇന്ന് നല്ല മഴ പെയ്തായിരുന്നു. ക്യാമ്പിംഗ് വീഡിയോ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കാണുന്നവരെല്ലാം നമ്മുടെ ഈ ചാനൽ, ഞങ്ങളുടെന്നല്ല നമ്മുടെ ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എല്ലാവരും കട്ടയ്ക്ക് കൂടെ നിന്നോന്നേ. ഞങ്ങൾ പുതിയ പുതിയ നല്ല നല്ല വീഡിയോകളുമായിട്ട് വരാം കേട്ടോ അല്ലേ? അപ്പോൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്, കൂട്ടത്തെ ഹൈപ്പൊന്നും ചെയ്തു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി
രാവിലെ കാണാം. ഓക്കെ ടീക്കേ. ഓക്കെ. കിടന്നാലോ? അയ്യോ എപ്പോൾ കിടന്നു ചോദിച്ചാൽ മതി. നല്ല ക്ഷീണോ? ആ ഇന്ന് നല്ല പണിയായിരുന്നു. ടെന്റ് വയ്ക്കാൻ ഇന്ന് ശരിക്കും കഷ്ടപ്പെട്ടു. ഇവിടെ സ്ഥലം തലവണ എൻ്റെ അത് പുതപ്പാ. എനിക്ക് ഞാൻ തലവണ ഉണ്ടാക്കിയില്ല. തലവണ നമുക്ക് എയറിൻ്റെ ഒരെണ്ണം മേടിക്കാം. അതിലടച്ചോട്ടെ. അപ്പൊ രാവിലെ കാണാം കേട്ടാ. നേരം നന്നായിട്ട് എടുത്തു. ഞങ്ങൾ അറിഞ്ഞില്ല. നല്ല ഉറക്കമായിരുന്നു. നിഷേ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഓ നേരെ ഇതുപോലെ വെളുത്തെന്ന് ഞാൻ പറഞ്ഞു. രാത്രി നേരം ഉറങ്ങാതില്ല. ആ വെയിലായില്ല അല്ലേ? നിഷ എങ്ങനെയുണ്ടായിരുന്നു ഇന്നലത്തെ ഉറക്കം? ഉറങ്ങി നല്ല പോലെ, പക്ഷെ മഴ പെയ്തപ്പോ ഒന്ന് പേടിച്ചു. രാത്രിയിലെ മഴ മോളിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരുമോന്നൊക്കെ ഓർത്ത് അത് പേടിക്കണ്ട. ഒന്ന് പേടിച്ചു. പിന്നെ കുഴപ്പമില്ല, ഉറക്കമൊക്കെ കുഴപ്പമില്ലായിരുന്നു. തീയൊക്കെ കൂട്ടി രാവിലെ ചായ വയ്ക്കാനുള്ള പരിപാടിയാണ്. ഞാനാണെങ്കിൽ പകുതി ഉറക്കം പോയി നിൽക്കുന്നു, പകുതി ഉറക്കം പോയിട്ടുമില്ല. കട്ടൻ ചായ തിളച്ചു വരുന്നു. രാവിലെ എഴുന്നേറ്റ് കട്ടൻ ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുക. നല്ല ഉറക്കക്ഷീണമുണ്ട്. ഉറക്കക്ഷീണം ഇന്നലെ കിടന്ന് ഉറങ്ങിയിട്ട് അങ്ങോട്ട് ഉറക്കം പോയിട്ടില്ല അല്ലേ? അന്നേരം മഴയുള്ളതുകൊണ്ട് ചെറിയൊരു പേടിയുണ്ടായിരുന്നു. അതെ, എനിക്ക് അത്ര പേടിയിരുന്നില്ല. കാരണം ഇവിടുന്ന് മോളിൽ നിന്ന് മണ്ണൊന്നും ഇടിഞ്ഞു വരികയില്ല. സേഫായ സ്ഥലമാണ്. എന്നാലും മഴ പെയ്യുന്നുണ്ട്, കാറ്റ് വന്ന പടുത പോവും, അങ്ങനെ ഒരു പേടിയുള്ളൂ. അല്ലാതെ പേടിയൊന്നുമില്ല. ഇടിയാൻ പാകത്തിനൊന്നുമില്ല. സേഫായ സ്ഥലമാണ്. മലമുകളിൽ നിന്നും വരാനൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ അതൊക്കെ സൂക്ഷിച്ചിരുന്നത്. കാറ്റൊക്കെ വന്നപ്പോൾ ചെറുതായിട്ടൊന്ന് പേടിച്ചു. ഇപ്പൊ നല്ല അത്യാവശ്യം നല്ല മഴയൊക്കെ തോർന്നു നിൽക്കുന്നു. പക്ഷെ പുഴയെ കൂടെ വെള്ളം പോണത് നല്ലപോലെ കേൾക്കാം. എല്ലാ സൗണ്ടിലാന്നറിയാം. ഈ താഴെയായിട്ടാ പുഴ, നല്ല സൗണ്ടാ. ഇനി ഇന്നും കൂടെ ഇവിടെ നിൽക്കുന്നു. അത് കഴിഞ്ഞ് നേരെ അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു. പുഴയെ മീൻ പിടിക്കാൻ പോകുന്നു. അടുത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ പുഴയിലേക്ക് മീൻ പിടിക്കാൻ പോകാനുള്ള എളുപ്പമുള്ള ഒരു സ്ഥലത്തേക്ക്. ഒരു 2-3 ബർത്ത്ഡേ ഉണ്ട്, അത് പറയാം അല്ലേ? ബർത്ത്ഡേ വിഷസ് മക്കളാണ്, കുഞ്ഞുമക്കളുടെ ബർത്ത്ഡേ ആണ്.
ഇർഷാദിന്റെ മകൾ ആയിഷുവിന്റെ ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ ആയിഷു, ഹാപ്പി ബർത്ത്ഡേ. പിന്നെ ഷെരീഫ മകൾ റീബ റഹീം, അത് ബർത്ത്ഡേ. റീബ റഹീം ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ടു യു. പിന്നെ ആൻഡ്രൂസിന്റെ കൊച്ചുമോന്റെ ഹാപ്പി ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ മോനെ. പേരറിയത്തില്ല, കൊച്ചുമോനും ഹാപ്പി ബർത്ത്ഡേ. അങ്ങനെ 3 മക്കളെ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞുമക്കളുടെ ബർത്ത്ഡേ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഇന്നിപ്പം മഴക്കാറും ഉണ്ട്, വെയിലും വരുന്നുണ്ട്. പക്ഷെ എന്തായാലും പെയ്യും കേട്ടോ. നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ലാത്ത കാലാവസ്ഥകളാ ഇപ്പം, അല്ലേ? ഇനിയിപ്പോ ഉടനെ അടുത്ത വീഡിയോ ആയിട്ട് വരാട്ടോ. ഇനി തുടരെ വീഡിയോ ആയിട്ട് വന്നേക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പും ചെയ്യുക. അപ്പോൾ ഓക്കെ, ടീക്കേ. അടുത്ത ദിവസം വീണ്ടും കാണാം.